ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് പഞ്ചസാരയും കോൺഫ്ലോറും ഉപയോഗിക്കാതെ ഒരു അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് റെഡി ആക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി 4 ഈന്തപ്പഴം ഞാനിവിടെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് ഈ ഡേറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, പട്ട പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഫ്ലെയിമിലേക്ക് വെക്കുമ്പോൾ മെൽറ്റായി കിട്ടിക്കോളും. ഇതായിപ്പോൾ നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതായിപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ഹോട്ട് ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഫുള്ളായിട്ടൊന്ന് മെൽറ്റായി ജസ്റ്റ് ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോൺഫ്ലോറും പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക.